ഗുജറാത്തിൻ്റെ സൗരാഷ്ട്ര റീജിയനിലുള്ള ഗോണ്ടൽ എന്ന് പറഞ്ഞ ഒരു പഴയ നാട്ടുരാജ്യത്തിൻ്റെ കൊട്ടാരങ്ങൾ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രധാനമായും 3 കൊട്ടാരങ്ങളാണ് ഗോണ്ടലിലുള്ളത്. ഓർച്ചാഡ് പാലസ് എന്ന് പറഞ്ഞ ഈ കൊട്ടാരം കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് അന്ന് രാജാക്കന്മാരുടെ ഗസ്റ്റ് ഹൗസായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു പാലസാണ്. ഇന്നിത് ഒരു ഹോട്ടലാണ്. ഇതിന് ഓർച്ചാഡ് പാലസ് എന്ന പേര് വരാൻ കാരണം ഇതിൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ ചെടികളും മരങ്ങളും പൂച്ചെടികളും പഴങ്ങൾ ഉള്ള മരങ്ങളും ഒക്കെ ഉള്ള ഒരു വിശാലമായ ഒരു ഉദ്യാനത്തിന് നടുക്കാണ് ഈ കൊട്ടാരം നിൽക്കുന്നത്. ചുറ്റും ഒരുപാട് വലിയ ഗാർഡനുകൾ നമുക്ക് കാണാൻ കഴിയും. പാലസിനുള്ളിൽ ഇപ്പോൾ അവർ സന്ദർശകരെ അനുവദിക്കുന്നില്ല. ഈ ഉദ്യാനം മൊത്തം ചുറ്റിക്കാണിക്കാൻ നമ്മളോട് ഗൈഡുകൾ വരും. നമുക്ക് അവർ ഓരോന്ന് കാര്യങ്ങളും കൊട്ടാരത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരും. ഈ ഒരു ഉദ്യാനത്തിൽ ധാരാളം പക്ഷികളും ജീവിക്കുന്നുണ്ട്. മയിലുകളൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ മയിലിനൊന്നും കാണാൻ പറ്റില്ല, നമ്മൾ പോയപ്പം കാണാൻ പറ്റില്ല. ഇതുപോലെ ധാരാളം ഫൗണ്ടനുകൾ എല്ലാം ഉള്ള ഒരു മനോഹരമായൊരു ഉദ്യാനം തന്നെയാണ്. പാൻഡോറാസ് ബോക്സ് ഫോട്ടോഗ്രാഫ്. ഈ ഓർച്ചാഡ് പാലസ് ധാരാളം സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട്. ധാരാളം ഫിലിം സ്റ്റാർസും പ്രശസ്തരായ വ്യക്തികളും ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള വ്യക്തികളുടെ അവർ വിസിറ്റ് ചെയ്തപ്പോൾ എടുത്ത ചിത്രങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ ഹാളാണ് ഈ ഒരു പണ്ടോരാസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമിതാഭ് ബച്ചൻ, സൽമാൻ ഖാൻ, ജാക്കി ഷ്രോഫ്, അങ്ങനെ ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ ഈ ഒരു ഗോണ്ടൽ പാലസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ഫോട്ടോ പ്രദർശനം എന്ന് പറയാം ഈ ഒരു പണ്ടോരാസ് ബോക്സ് എന്ന് പറഞ്ഞ ബിൽഡിങ്. ഈ മരത്തിൻ്റെ കീഴിൽ നമ്മൾ ഇരിക്കാൻ ഉള്ള ഈ തിട്ട ഉണ്ടാക്കിയിരിക്കുന്നത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെറാമിക് പ്ലേറ്റുകൾ കൊണ്ടാണ്. നമുക്ക് ഈ പ്ലേറ്റുകളിൽ ഗോണ്ടൽ രാജ്യത്തിൻ്റെ ചിഹ്നം കാണാം. ടീപോട്ടുകൾ വെച്ചിട്ടാണ് ഈ അതിനകത്തൊക്കെ ചിഹ്നമുണ്ട്, ഗോണ്ടലിൻ്റെ സ്റ്റേറ്റിൻ്റെ ചിഹ്നമുണ്ട്. ഓ, നമുക്കൊരു ഭീമാകാരനെ കാണാം. ആരും പേടിക്കണ്ട, ഒറിജിനൽ അല്ല. ചാടിക്കോ പുലി ചാടിക്കോ. അതിമനോഹര ഒരു അമ്പലക്കുളമുണ്ട് ഇവിടെ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സത്യം പറയാം, ഈ ഉദ്യാനത്തിനുള്ളിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 12 മണി ആ ഒരു സമയത്താണ്. 12 മണി 1 മണി സമയത്താണ്. എന്നിട്ട് തന്നെ ഈ അധികം ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇവിടെ നല്ല ചൂടുള്ള സമയമാണ്. ഇപ്പോൾ 40 ഡിഗ്രി മുകളിൽ ചൂടുള്ള സമയമാണ്. അധികം ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. നല്ല തണൽ മരങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കണം കാരണം. ഒരുപാട് പൂച്ചെടികളും പഴച്ചെടികളും ഒക്കെ നമുക്ക് ഈ ഉദ്യാനത്ത് കാണാൻ കഴിയും.
കഴിക്കുന്നതാണോ? മുട്ടപ്പഴമാണോ? ഇതാണ് കുന്നിക്കുരുവിൻ്റെ ചെടി. കുന്നിക്കുരു ആണല്ലേ മാറി.